ഹലോ എവരി വൺ, iPlusന്റെ ഒരു പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാബ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആയിരുന്നു. ആദ്യത്തെ സീരീസിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് ഇന്നത്തെ ലൈവ് സെഷനിലും നമ്മൾ ലാബ് അസിസ്റ്റന്റിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമല്ല പഠിക്കുക, ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്ന് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും എത്രത്തോളം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ലാബ് അസിസ്റ്റന്റിന് ആരും സമയം വെയിറ്റ് ചെയ്യാതെ പഠിച്ചു തുടങ്ങേണ്ടത് സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ. കാരണം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. കാരണം സിലബസ് ഹാർഡാണെന്ന് വിചാരിക്കരുത്. സിലബസ് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ ഇനി നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. അപ്പോൾ വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെയിലി ടൈം ടേബിളും വിത്ത് എക്സാംസും ഉണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ iPlus പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കോൾട്ടർ കൗണ്ടർ ഇസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ ESR ഡിറ്റർമിനേഷൻ, ഓപ്ഷൻ ബി പ്രോത്രോംബിൻ ടൈം, ഓപ്ഷൻ സി CBC, ഓപ്ഷൻ ഡി ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ എല്ലാത്തിന്റെയും ലാബ് ടെസ്റ്റ് കംപ്ലീറ്റ് നോക്കുന്നുണ്ട് അല്ലെ. ESR എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, പ്രോത്രോംബിൻ എങ്ങനെയാ, CBC എന്താണൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പിക്ചേഴ്സും ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നിങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്നെയായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്സും എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൾട്ടർ കൗണ്ടറിനെ പറ്റിയാണ്. ഈ കോൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത്? ESR നോക്കാനാണോ, പ്രോത്രോംബിൻ ടൈമിനാണോ, CBCക്കാണോ, ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ ആണോ? ആൻസർ ആയിട്ട് വരുന്നത് CBC ആണ്. എന്താണ് ഈ CBC? CBC എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതായത് ഹീമോഗ്ലോബിൻ, WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ്, ESR ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനാണ് CBC എന്ന് പറയുന്നത്. അപ്പൊ CBC മെഷർ ചെയ്യാനാണ് നമ്മൾ കോൾട്ടർ കൗണ്ടർ ഉപയോഗിക്കുന്നത്. ഈ കോൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? അതെ, ഈ ഒരു ബ്ലഡ് സെല്ലുകളെ കൗണ്ട് ചെയ്യാനും അതിന്റെ സൈസ് നോക്കാനും കൗണ്ട് ചെയ്യാനും ഒക്കെയാണ് ഈ കോൾട്ടർ കൗണ്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദേ ആർ യൂസിങ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഇംപെഡൻസ്. ഓക്കെ, അപ്പൊ ഒരുവിധം ബ്ലഡ് നോക്കുന്ന ലാബിലൊക്കെ CBC മെഷർ ചെയ്യുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? ഈ ഒരു കോൾട്ടർ കൗണ്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ CBCയിൽ വരുന്നത് നമുക്കറിയാം. RBC, ഹീമോഗ്ലോബിൻ, WBC കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹെമറ്റോക്രിറ്റ് എസ്റ്റിമേഷൻ, ESR ഒക്കെയാണ് നമ്മൾ ഈ ഒരു CBCയിൽ വരുന്നത്. അപ്പൊ CBC മെഷർ ചെയ്യാനുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് കോൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ദേ ആർ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് ഉപയോഗിച്ചാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ബാക്കിയുള്ളത് ESR ആണ് അല്ലെ. വാട്ട് ഈസ് ESR? ESR എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെസ്റ്റഗ്രൻസ് പിപ്പറ്റ് ആണ്. അപ്പൊ ഓക്കെ, അല്ലെങ്കിൽ വിൻഡ്രോബ്സ് മെത്തേഡ്, വെസ്റ്റഗ്രൻസ് മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചാണ് ESR എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ വന്നത് തന്നെയാണ് വെസ്റ്റഗ്രൻസ് പിപ്പറ്റിനെ പറ്റിയൊക്കെ. അപ്പൊ ഓരോന്നിന്റെയും എസ്റ്റിമേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, അതിന്റെ നോർമൽ ലെവലുകൾ എന്താണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. അടുത്തത് പ്രോത്രോംബിൻ ടൈമിനെ പറ്റി. പ്രോത്രോംബിൻ ടൈം അതിന് യൂസ് ചെയ്യുന്നത് കോയാഗുലേഷൻ അനലൈസർ യൂസ് ചെയ്യും. ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷന് വേണ്ടി അത് നോക്കാനായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് ടെക്നിക് ഉപയോഗിച്ചാണ്. അപ്പൊ കോൾട്ടർ കൗണ്ടർ ഉപയോഗിക്കുന്നത് എന്തിനു തന്നെയാണ്? CBC മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, CBC ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ദ ബ്ലഡ് റിസൾട്ട്സ് ഇൻ ഓപ്ഷൻ എ ഹൈ ഗ്ലൂക്കോസ് ലെവൽ, ഓപ്ഷൻ ബി ലോ ഗ്ലൂക്കോസ് ലെവൽ, ഓപ്ഷൻ സി നോ ചേഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അതായത് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറവും ബ്ലഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിലേ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ നോക്കുമ്പോൾ ആ ലെവലിൽ വ്യത്യാസം വരും. അപ്പൊ വ്യത്യാസം വരുന്നത് എന്താണ്? കൂടുകയാണോ, കുറയാണോ, അതോ വ്യത്യാസം വരില്ലേ എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് യെസ്, ലോ ഗ്ലൂക്കോസ് ലെവൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ.
യെസ്, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സീറവും ബ്ലഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് വൈകിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ നോക്കുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ലെവൽ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഡിലേ വന്നു കഴിഞ്ഞാൽ ലിവിങ് ബ്ലഡ് സെല്ലുകളായ RBC, WBC ഒക്കെ എന്താ ചെയ്യുക? ഈ ഗ്ലൂക്കോസിനെ എനർജിക്ക് വേണ്ടി കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമലിൽ നിന്ന് കുറയും. ദേ കണ്ടിന്യൂ ടു കൺസ്യൂം ഗ്ലൂക്കോസ് ത്രൂ എ പ്രോസസ് കോൾഡ് ഗ്ലൈക്കോലൈസിസ്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കോലൈസിസ് കാരണം ഗ്ലൂക്കോസിന് ഇവർ എനർജിക്ക് എടുക്കില്ലേ? അപ്പൊ എന്താ ചെയ്യുക? ഓരോ മണിക്കൂറിൽ ഒരു 5 to 7% വെച്ച് ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിത്തിൻ 2 hours നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ വിത്തിൻ 2 hours അഥവാ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യേണ്ടത്? അരമണിക്കൂറിനുള്ളിൽ സീറം സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ വിത്തിൻ പ്രോംപ്റ്റ്ലി പെട്ടെന്ന് തന്നെ വിത്തിൻ 30 minutes നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീറം സെപ്പറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബ്ലഡിനെ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്ലൈക്കോലൈസിസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ ഗ്ലൈക്കോലൈസിസ് തടയുന്ന ഗ്ലൈക്കോലൈറ്റിക് ഇൻഹിബിറ്ററുകൾ ഉള്ള ട്യൂബില് ഈ ബ്ലഡ് ഗ്ലൂക്കോസിന് വേണ്ടിയുള്ള ബ്ലഡ് കളക്ട് ചെയ്യുക. ഒരു ഗ്ലൈക്കോലൈറ്റിക് ഇൻഹിബിറ്ററിന്റെ പേര് പറഞ്ഞേ, ദാറ്റ് ഈസ് സോഡിയം ഫ്ലൂറൈഡ് ആണ് കേട്ടോ. അതായത് ഈ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ബ്ലഡ് നോക്കാനായിട്ട് കളക്ട് ചെയ്യുന്നതിന് വാക്യൂട്ടേനർ ട്യൂബുകൾ എന്നാ പറയുന്ന ബ്ലഡ് കളക്ടിങ് ട്യൂബുകൾ. അപ്പൊ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് നോക്കണതെങ്കിൽ അതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ട്യൂബിൽ എന്തുണ്ടായിരിക്കണം? സോഡിയം ഫ്ലൂറൈഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിലോട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് നോക്കാനുള്ള ബ്ലഡ് ഇതിലോട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഡിയം ഫ്ലൂറൈഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ഗ്ലൈക്കോലൈസിസ് നടക്കുകയാണെങ്കിൽ അതിനെ തടയും. ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന എന്തിനാ? എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസ് എടുക്കാനാ അല്ലെ? ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് തടയും. ഓക്കെ, അപ്പൊ ആ ഗ്ലൈക്കോലൈറ്റിക് ഇൻഹിബിറ്റർ ആയ സോഡിയം ഫ്ലൂറൈഡ് അടങ്ങിയ ട്യൂബില് ബ്ലഡ് എടുക്കണം ഗ്ലൂക്കോസ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അരമണിക്കൂർ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത്? ഈ സീറത്തിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ സീറം 2 മണിക്കൂറായിട്ടൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ അതിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡയബറ്റിസ് മെല്ലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് ദ യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി പസ് സെൽസ്, ഓപ്ഷൻ ഡി അസെറ്റോൺ. ഡയബറ്റിസ് മെല്ലിറ്റസിൽ ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത് എപ്പോഴാണ്? എന്ത് കാരണമാണ് ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത്? ഗ്ലൂക്കോസ് കാരണമാണോ? പ്രോട്ടീൻ കാരണമാണോ? പസ് സെൽസ് ഉള്ളത് കൊണ്ടാണോ? അസെറ്റോൺ ഉള്ളത് കൊണ്ടാണോ? യെസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അസെറ്റോൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അതായത് ഡയബറ്റിസ് വളരെ അൺകൺട്രോൾഡബിൾ ആയി കഴിഞ്ഞാൽ അവിടെ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തും. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ബോഡി ഗ്ലൂക്കോസ് ഉപയോഗിക്കില്ല എനർജിക്ക് വേണ്ടി. എന്താ ചെയ്യുക? കാരണം ഇൻസുലിൻ കുറവല്ലേ. അപ്പൊ എന്താ ചെയ്യുക? ഫാറ്റിനെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ ഫാറ്റിനെ എനർജിക്ക് വേണ്ടി ബ്രോക്കൺ ഡൗൺ ചെയ്യുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് കീറ്റോണുകളാണ്. കീറ്റോണിലാണ് ഈ അസെറ്റോൺ ഒക്കെ വരുന്നത്. അപ്പൊ ഈ അസെറ്റോൺ എന്ന് പറയുന്നതാണ് എന്താ? യൂറിനിൽ ഒരു ഫ്രൂട്ടി ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ വരുന്നത് ഡയബറ്റീസ് വളരെ അൺകൺട്രോൾഡ് ആയി. അപ്പൊ എന്താ? ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ വന്നു, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആയി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഫ്രൂട്ടി ഓർഡർ ഒക്കെ വരുന്നത്. ഇനി അഥവാ ഗ്ലൂക്കോസ് യൂറിനിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരാം, ഫ്രൂട്ടി സ്മെല്ലൊന്നും വരേണ്ടതില്ല. ഇനി പ്രോട്ടീൻ ആണ് യൂറിനിൽ ഉള്ളതെങ്കിൽ യൂറിൻ ഇങ്ങനെ ഫോമി ആയിട്ട് ഒരു പത പോലെ കാണുള്ളൂ. പസ്സാണ് ഉള്ളതെങ്കിൽ എന്താണ്? നമുക്ക് യൂറിൻ ഒരു ഫൗൾ സ്മെല്ല് അല്ലെങ്കിൽ UTI ഒക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് യൂറിനിൽ പസ് കാണുന്നത്. അപ്പൊ നമ്മൾ വേറെ സിംറ്റംസ് ആയിട്ടായിരിക്കും അല്ലെ? അവിടെ ഒരു പെയിൻ വരും, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ, ഒരു ഫീവർ പോലെയൊക്കെ പ്രസന്റ് ചെയ്യും. വളരെ ഇൻടോളറബിൾ ആയിട്ടുള്ള ഒരു പെയിൻ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വരാം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് യൂറിനിൽ പസ് സെൽസ് കാണുന്നത്. അപ്പൊ ഇവിടെ ഡയബറ്റിസിൽ ഫ്രൂട്ടി ഓർഡർ വരണമെങ്കിൽ അത് ആര് കാരണമാണ്? അസെറ്റോൺ കാരണമാണ്. ഓക്കെ, ഗ്ലൂക്കോസ് കാരണം ഒരു സ്വീറ്റ് സ്മെല്ല് വരാം. ഫ്രൂട്ടി ഓർഡർ വരണമെങ്കിൽ അസെറ്റോൺ കാരണമാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഡയബറ്റീസ് ഒന്നും കൺട്രോൾ ചെയ്യാതെ അത് കോംപ്ലിക്കേറ്റഡ് ആയി, കീറ്റോ അസിഡോസിസ് ആയി. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ഇല്ലല്ലോ. അപ്പൊ ഗ്ലൂക്കോസ് എടുക്കാൻ പറ്റില്ല എനർജിക്ക്. അപ്പൊ ആരെ എടുക്കും? ഫാറ്റിനെ എടുക്കും. ഈ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് കീറ്റോണുകൾ ഉണ്ടാവും. അപ്പൊ ഇത് കൂടിക്കഴിയുമ്പോൾ അത് യൂറിനിലൂടെ പുറത്തു പോകും. അത് അസെറ്റോണിൽ യൂറിൻ ഉള്ളപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത്. Hope it's clear. So here the answer is acetone. Fruity order is due to acetone. Glucose ആണെങ്കിൽ സ്വീറ്റ് സ്മെൽ, പ്രോട്ടീൻ ആണെങ്കിൽ ഒരു ഫോമി ആണ്, പസ് ആണെങ്കിൽ UTI ക്കാ വരുന്നത് അല്ലെ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ.
അടുത്തത് എസ്ബാക്സ് റിയേജന്റ്. നമുക്ക് എല്ലാ റിയേജന്റിനെ പറ്റിയും പഠിക്കാനുണ്ട് കേട്ടോ. ടോക്സ് റിയേജന്റ്, ഹെംസ് റിയേജന്റ്, അപ്പൊ ഹെംസ് ഫ്ലൂയിഡ്, ടോക്സ് ഫ്ലൂയിഡ് ഒക്കെ. അപ്പൊ ഓരോ എക്സ്പെരിമെന്റിനും നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ്സിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എസ്ബാക്സ് റിയേജന്റിനെ പറ്റിയാണ്. എസ്ബാക്സ് റിയേജന്റ് ഈസ് ഓപ്ഷൻ എ പിക്രിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ് ആൻഡ് പിക്രിക് ആസിഡ്, ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. എസ്ബാക്സ് റിയേജന്റ് എന്താണ്? എസ്ബാക്സ് റിയേജന്റ് എന്ന് പറയുന്നത് പിക്രിക് ആസിഡും സിട്രിക് ആസിഡും കൂടിയുള്ളതിനെയാണ്, ഈ കോമ്പിനേഷനെയാണ് എസ്ബാക്സ് റിയേജന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ എസ്ബാക്സ് റിയേജന്റ് ഉപയോഗിക്കുന്നത്? അതായത് യൂറിനില് ആൽബുമിന്റെ അളവ് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, യൂറിനില് ആൽബുമിൻ, ആ പ്രോട്ടീനായ ആൽബുമിന്റെ അളവ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷന് വേണ്ടിയാണ് എസ്ബാക്സ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എസ്ബാക്സ് റിയേജന്റിൽ എന്തൊക്കെയുണ്ട്? എസ്ബാക്സ് റിയേജന്റിൽ 1 ഗ്രാം പിക്രിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഗ്രാം സിട്രിക് ആസിഡും ഉണ്ട്. ഓക്കെ, അപ്പൊ പിക്രിക് ആസിഡിന്റെ പ്രത്യേകത എന്താണ്? പിക്രിക് ആസിഡ് ആണ് പ്രൈമറി പ്രോട്ടീനിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. പിക്രിക് ആസിഡ് എന്ന് പറയുന്നത് പ്രൈമറി പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഫോർ പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സിട്രിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ഒരു അസിഡിക് സൊല്യൂഷൻ ആക്കുന്നതേ ഉള്ളൂ. അസിഡിക് സൊല്യൂഷൻ ആക്കുന്നു, അത് കാരണം പ്രസിപ്പിറ്റേഷൻ പെട്ടെന്ന് നടക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ 100 ml എടുക്കുന്നുണ്ട്, അതൊരു സോൾവെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോട്ടീനും പിക്രേറ്റുമായിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, ഈ എസ്ബാക്സ് റിയേജന്റ് നമ്മൾ യൂറിനിൽ ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് പിക്രേറ്റുമായിട്ട് ചേരുന്നു. അപ്പൊ എത്ര പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബിനെ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എസ്ബാക്സ് ആൽബുമിനോമീറ്റർ. എസ്ബാക്സ് ആൽബുമിനോമീറ്റർ എന്നാ വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എസ്ബാക്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പിക്രിക് ആസിഡും സിട്രിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അതിൽ പിക്രിക് ആസിഡ് ആണ് പ്രോട്ടീനിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സിട്രിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ആ ഒരു സൊല്യൂഷന് ആസിഡിക് നേച്ചർ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് കീറ്റോന്യൂറിയ. ഈ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻ എ ഡയബറ്റിസ് മെല്ലിറ്റസ്, ഓപ്ഷൻ ബി ആൽക്കലോസിസ്, ഓപ്ഷൻ സി വോൺ ഗിർക്കേസ് ഡിസീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. Ketonuria means what? That is the excretion of, that is the presence of ketone in urine. അല്ലെ, യൂറിനില് കീറ്റോൺസിന്റെ പ്രസൻസിനെ നമ്മൾ എന്താ പറയാ? കീറ്റോന്യൂറിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കീറ്റോന്യൂറിയ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഡയബറ്റീസിൽ വരുന്നു നമുക്കറിയാം. എപ്പോഴും ഓപ്ഷൻസ് 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ. ഇപ്പൊ ഇവിടെ വളരെ ഹേസ്റ്റി ആയിട്ട് എ പോയി മാർക്ക് ചെയ്താൽ ഓപ്ഷൻ തെറ്റാവും. കാരണം ഡയബറ്റിസ് മെല്ലിറ്റസിൽ മാത്രമല്ല കീറ്റോന്യൂറിയ കാണുന്നത്, ആൽക്കലോസിസിലും വോൺ ഗിർക്കേസ് ഡിസീസിലും വരുന്നുണ്ട്. അപ്പൊ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡയബറ്റീസിൽ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നു. അപ്പൊ അവിടെ എന്താണ്? ഇൻസുലിന്റെ ലാക്ക് കാരണം ഗ്ലൂക്കോസ് എനർജിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല, ഫാറ്റിനെ കൺസ്യൂം ചെയ്യുന്നു. ഫാറ്റ് ബ്രോക്കൺ ഡൗൺ ആയിട്ട് കീറ്റോൺ ആകുന്നു. കീറ്റോൺ കൂടിക്കഴിയുമ്പോൾ യൂറിനിലൂടെ പോകുന്നു. അപ്പൊ യൂറിനിൽ കീറ്റോൺ വരുന്നത് ഡയബറ്റിസ് മെല്ലിറ്റസിൽ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. ഇനി ആൽക്കലോസിസിന്റെ കേസ് നോക്കാം. ആൽക്കലോസിസിന്റെ കേസിൽ എന്താ ചെയ്യുന്നത്? ഓക്കെ, അവിടെ എന്ന് പറയുന്നത് ഇപ്പൊ വളരെ വൊമിറ്റിംഗ് ഒക്കെ, സിവിയർ ആയിട്ട് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ്സ് ഒക്കെ പോയ ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും നമുക്ക് ഗ്ലൂക്കോസ് ഒന്നും എനർജിക്ക് കിട്ടുന്നില്ല, ഫാറ്റ് ഉപയോഗിച്ച് കീറ്റോൺ ബോഡീസ് ഉണ്ടായി, അത് യൂറിനിലൂടെ പോകാം. അപ്പൊ ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും കീറ്റോന്യൂറിയ വരാം. ഇനി അടുത്ത ഓപ്ഷനിലുള്ളത് വോൺ ഗിർക്കേസ് ഡിസീസ് ആണ്. എന്താണ് ഈ വോൺ ഗിർക്കേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? യെസ്, അവിടെയും എന്താണ്? ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിലും നമുക്ക് ഗ്ലൂക്കോസ് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ഫാറ്റിനെയാണ് ഓക്സിഡേഷൻ നടത്തുന്നത്. ഫാറ്റ് ബ്രോക്കൺ ഡൗൺ ചെയ്ത് കീറ്റോൺ ഉണ്ടാകുന്നു. അപ്പൊ ഈ ഓപ്ഷനിൽ വന്ന 3 ഡിസീസ് കണ്ടീഷനിലും കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നുണ്ട്. ആ കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ കീറ്റോന്യൂറിയ ഈ 3 സിറ്റുവേഷനിലും ഉണ്ടാകാം. അതായത് ഡയബറ്റിസ് മെല്ലിറ്റസിലും ആൽക്കലോസിസിലും വോൺ ഗിർക്കേസ് ഡിസീസിലും എല്ലാം ഈ കീറ്റോന്യൂറിയ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 3 സിറ്റുവേഷനിലും കാണാം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ ഒരു ഹോൾമാർക്ക് സൈൻ ആണ്
അത് കോംപ്ലിക്കേഷൻ വന്ന് കീറ്റോന്യൂറിയ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഇൻസുലിൻ കുറവാകുമ്പോൾ ഇൻസുലിൻ എനർജിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ ഫാറ്റിന് ഉപയോഗിക്കുന്നു, അങ്ങനെ കീറ്റോൺ ഉണ്ടാകുന്നു, അത് യൂറിനിലൂടെ പോകുന്നു. ഓക്കെ, ആൽക്കലോസിസും അതുപോലെ ഉണ്ടാകുന്നുണ്ട്, റെയർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്, വോമിറ്റിംഗ്, സിവിയർ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ വോൺ ഗിയർക്കേസ് ഡിസീസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്, ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അവിടെയും നമുക്ക് കീറ്റോന്യൂറിയ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. HbA1c ലെവൽ റിവീൽസ് ദ മീൻ ഗ്ലൂക്കോസ് ലെവൽ ഓവർ എ പീരീഡ് ഓഫ് പ്രീവിയസ് 12 to 14 weeks, previous 8 to 10 weeks, previous 2 to 3 weeks, previous 5 to 10 days. അപ്പൊ HbA1c ലെവൽ നമുക്കറിയാം, ഡയബറ്റോളജിസ്റ്റ് ഒരു 3 മാസത്തിൽ ഒരിക്കല് ഈ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ എങ്ങനെയുണ്ട്, ഡയബറ്റിക് കൺട്രോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ്. അപ്പം ഈ ഒരു മരുന്ന് മതിയാകുമോ, അല്ല മരുന്നിന്റെ ഡോസേജ് കുറയ്ക്കണോ കൂട്ടണോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് HbA1c ലെവല്. അപ്പൊ HbA1c ലെവല് ഒരു മീൻ ഗ്ലൂക്കോസ് ലെവലാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 months ആണ്. അപ്പൊ 12 to 14 weeks എന്നാണോ, 8 to 10 weeks ആണോ, ദാറ്റ് ഈസ് 2 to 3 weeks ആണോ, 5 to 10 days ആണോ? യെസ്, ആൻസർ ഈസ് 12 to 14 weeks ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് HbA1c ലെവൽ നോക്കുന്നത് മീൻ ഗ്ലൂക്കോസ് ലെവൽ ആണ്, ഒരു 3 മാസത്തത്. നമുക്കറിയാം ആർ ബി സിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ലെവൽ, ഹീമോഗ്ലോബിനില് എത്രത്തോളമാണ് ഇത് അറ്റാച്ച്, HbA1c ലെവൽ നോക്കുന്നത് എന്താണ്? യെസ്, ദാറ്റ് ഈസ് എ മീൻ ഗ്ലൂക്കോസ് ലെവൽ ആണ്. അപ്പൊ ഒരു 3 മാസത്തെയാണ് നോക്കുന്നത്. നമുക്കറിയാം RBC എന്ന് പറയുന്നതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. ഓക്കെ, അപ്പൊ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബ്ലഡ് ഷുഗർ കൺട്രോൾ ഡയബറ്റിസിൽ മോണിറ്റർ ചെയ്യാനാണ് ഈ HbA1c ലെവൽ നോക്കുന്നത്. അത് എപ്പോഴും നോക്കുന്നത് എങ്ങനെയാ? യെസ്, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് എവറി 3 months. ഓക്കെ, എല്ലാ 3 monthsലുമായിരിക്കും നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. HbA1c ലെവൽ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് എവറി 3 months. ഓക്കെ, അപ്പൊ മീൻ ഗ്ലൂക്കോസ് ലെവൽ ആണ് നോക്കുന്നത് 3 monthsലത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോസിന്റെ റീനൽ ത്രഷോൾഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് 120 mg/%, 80 mg/%, 180 mg/%, 140 mg/%. റീനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റീനൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 180 mg/% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് റീനൽ ത്രഷോൾഡ്? റീനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കൂടി ഏതോ ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ യൂറിനിൽ ഗ്ലൂക്കോസ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. കാരണം പിന്നെ കിഡ്നിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല ഗ്ലൂക്കോസിനെ. കിഡ്നി റീനൽ ട്യൂബ്യൂൾസിന് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു 180 ഒക്കെ ആയി കഴിഞ്ഞാൽ അതിന്റെ താഴെയാണെങ്കിൽ ഓക്കെ, റീനൽ ട്യൂബ്യൂൾസ് കംപ്ലീറ്റ് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് യൂറിനിൽ ഒരു ഗ്ലൂക്കോസും കാണില്ല. പക്ഷേ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ 180 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റീനൽ ട്യൂബ്യൂളിനെ കൊണ്ട് അത്രയും ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? യെസ്, ഗ്ലൂക്കോസ് യൂറിനിൽ കാണും. അപ്പൊ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ എന്താ പറയുന്നത്? ഗ്ലൂക്കോസ് യൂറിനിൽ കാണുന്ന അവസ്ഥേനെയാണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൈക്കോസൂറിയ കണ്ടു തുടങ്ങുന്നത് ഏതാവുമ്പോ 180 ഒക്കെ ആയി കഴിഞ്ഞാൽ, അപ്പൊ റീനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 180 മാക്സിമം. 180 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഗ്ലൈക്കോസൂറിയ ആരംഭിക്കും. ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞാൽ യൂറിനിൽ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 180 mg/% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്പിൾ മൈലോമ പേഷ്യന്റ് ഷോസ് ഓപ്ഷൻ എ ഹീമോഗ്ലോബിനൂറിയ, ഓപ്ഷൻ ബി ആൽക്കപ്റ്റോന്യൂറിയ, ഓപ്ഷൻ സി മയോഗ്ലോബിനൂറിയ, ഓപ്ഷൻ ഡി ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ. മൾട്ടിപ്പിൾ മൈലോമ പേഷ്യന്റിന് ഏതാണ്? യൂറിനിലൂടെ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസാണ്. അപ്പോൾ അവിടെ യൂറിനിൽ കാണുന്നത് ഇതിലെന്താ? ഹീമോഗ്ലോബിൻ ആണോ, ആൽക്കപ്റ്റോൺ ആണോ, മയോഗ്ലോബിൻ ആണോ, ബെൻസ് ജോൺസ് പ്രോട്ടീൻ ആണോ? യെസ്, ഇറ്റ് ഈസ് ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ. എന്താണ് ഈ ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദേ ആർ മോണോക്ലോണൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈറ്റ് ചെയിൻ. ഓക്കെ, മോണോക്ലോണൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈറ്റ് ചെയിൻ. അത് കാപ്പയാവാം, ലാംഡ ആകാം. ഓക്കെ, അപ്പൊ അത് എന്തായത് ക്യാൻസറസ് ആയി കഴിഞ്ഞാൽ, അതായത് മൾട്ടിപ്പിൾ മൈലോമ ഉള്ള ഒരു പേഷ്യന്റിന് പ്ലാസ്മ സെൽസ് ഒക്കെ മാലിഗ്നന്റ് ആണല്ലോ, അപ്പൊ അത് കൂടുതലായിട്ടും ഉണ്ടാക്കും. എന്തുണ്ടാക്കും? ഈ ഒരു മോണോക്ലോണൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈറ്റ് ചെയിൻ ബെൻസ് ജോൺസ് പ്രോട്ടീൻ ഉണ്ടാക്കും. അപ്പൊ ഇത് വളരെ ചെറുതായതുകൊണ്ട് കിഡ്നിയിൽ പെട്ടെന്ന് ഫിൽട്ടർ ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 50 to 80% മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസിൽ ഇത് കാണാൻ സാധിക്കുള്ളൂ.
ഓക്കെ, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ക്ലാസിക് ഫീച്ചർ ആണ്, ഡിഫൈനിങ് ഫീച്ചർ ആണ്. നമുക്ക് മൾട്ടിപ്പിൾ മൈലോമയാന്ന് മനസ്സിലാക്കാനും അതിന്റെ ആ ഒരു അസുഖം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ യൂറിനിൽ ഈ ഒരു ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് ആണ് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു മോണോക്ലോണൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈറ്റ് ചെയിൻ ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ കിഡ്നി ഫിൽട്ടർ ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു 50 മുതൽ 80% പേഷ്യൻസിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതൊരു വളരെ ക്ലാസിക് ഫീച്ചർ ആണ്. ഓക്കെ, സാധാരണ ഒരു ഡിപ്സ്റ്റിക് ടെസ്റ്റ് ചെയ്താൽ നമുക്കിപ്പോൾ ആൽബുമിനൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഇല്ലേ, അതൊന്നും ചെയ്താലൊന്നും ഈ ഒരു ബെൻസ് ജോൺസ് പ്രോട്ടീൻ അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യണം, ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പൊ യൂറിനിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മൾട്ടിപ്പിൾ മൈലോമ കാരണം കിഡ്നി ഫെയിലിയർ ഉണ്ടായി, നെഫ്രോപ്പതി ആയി കഴിയുമ്പോഴാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിഫറൻസ് വാല്യൂ ഓഫ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ഇൻ ഫീമെയിൽ ഈസ് ഓപ്ഷൻ എ 120 to 160 ml per minute, 80 to 115 ml per minute, 75 ml per minute, 115 to 40 ml per minute. ആൻസർ ആയിട്ട് വരുന്നത് യെസ്, ഇറ്റ് ഈസ് 80 to 115 ml per minute ആണ് ക്രിയാറ്റിൻ ക്ലിയറൻസിന്റെ വാല്യൂ. അപ്പൊ എല്ലാ റെഫറൻസ് വാല്യൂസും നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാത്തിന്റെ നോർമൽ വാല്യൂസ്. ഓക്കെ, ക്രിയാറ്റിനിൻ ക്ലിയറൻസിന്റെ കേസ് എടുത്താൽ മെയിൽസിനെക്കാളും ഫീമെയിൽസിൽ കുറച്ച് കുറവായിരിക്കും, മസിൽ മാസ് കുറവായത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അത് അപ്രോക്സിമേറ്റ്ലി 70-100 ഇടയ്ക്ക് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ 70-120 ഇടയിൽ. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് 80 to 115 ml per minute ആണ്. അപ്പൊ മെയിൽസിൽ കുറച്ച് കൂടുതലായിരിക്കും, മസിൽ മാസ് കൂടുതലായതുകൊണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ട്യൂമർ മാർക്കർ ഓഫ് ഒവേറിയൻ ക്യാൻസർ. നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ T24, ഓപ്ഷൻ ബി CEA, ഓപ്ഷൻ സി CA 19.9, ഓപ്ഷൻ ഡി CA 125. അപ്പൊ ട്യൂമർ മാർക്കറുകളിൽ ഓരോ ക്യാൻസറിനും അപ്പൊ 100% റിലയബിൾ അല്ലെങ്കിലും നമുക്ക് ബ്ലഡിലൂടെ നോക്കാൻ പറ്റുന്നതാണ് ഈ ട്യൂമർ മാർക്കറുകൾ. അതിൽ ഒവേറിയൻ ക്യാൻസറിന് വേണ്ടി നോക്കുന്നത് CA 125 ആണ്. ഓക്കെ, അപ്പൊ CA 125നെ നമ്മൾ ക്യാൻസർ ആന്റിജൻ 125 എന്ന് പറയും. ഇത് കൂടുതലായിട്ട് ഒവേറിയൻ ക്യാൻസറിനാണ് നോക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് 100% നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതല്ല, ബയോപ്സി തന്നെയാണ് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ളത്. എന്നാലും ട്യൂമർ മാർക്കർ നോക്കാറുണ്ട് നമ്മൾ. ഓക്കെ, ഇനി CEA കൂടുതലും നോക്കുന്നത് ഏത് കേസിലാണ്? കോളോറെക്ടൻ, കോളൻ ക്യാൻസറിലൊക്കെയാണ് CEA നോക്കുന്നത്, ദാറ്റ് ഈസ് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ നോക്കുന്നത്. ഇനി CA 19.9 നോക്കുന്നത് പാൻക്രിയാസില് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസറിനൊക്കെയാണ് നോക്കുന്നത്. ഇനി PSA നോക്കാറുണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നോക്കാറുണ്ട്. അതുപോലെ തന്നെ T24 നോക്കാറുണ്ട്. T24 അതൊരു ഹ്യൂമൻ ബ്ലാഡർ കാർസിനോമ സെൽ ലൈൻ ആണ്, നോട്ട് എ സീറം ട്യൂമർ മാർക്കർ. അപ്പൊ ട്യൂമർ മാർക്കറുകളിൽ വരുന്നത് ഏതൊക്കെയാണ്? CA 125, CEA, CA 19.9, PSA ഒക്കെയാണ്. പക്ഷെ ഇത് ഒരു ട്യൂമർ മാർക്കർ ചിലപ്പോൾ പല ക്യാൻസറും കാണിക്കാം, അതുകൊണ്ട് തന്നെ അത് 100% നമുക്ക് റിലയബിൾ അല്ല. പക്ഷെ ട്യൂമർ മാർക്കർ നോക്കി അത് കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയാസ് കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് സ്കാനോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ബ്ലഡിൽ കൂടെ തന്നെ അറിയാൻ സാധിക്കുന്നത് കൊണ്ട് ഒരു ചാൻസ്, പിന്നെ ബിനൈൻ കണ്ടീഷൻസിലും അത് പോസിറ്റീവ് ആകാം, അതുകൊണ്ട് തന്നെ നമുക്കത് 100% റിലയബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ലാബ് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.